വാർത്തകളിലേക്കാണ്. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള കസൂരി എന്ന സൂചന. പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചത്. അതേസമയം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 29ആയി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. അഫ്സാന അൻഷാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഫ്സാന, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ദ്വിദിന സന്ദർശന യാത്ര വെട്ടിച്ചുരുക്കിയ ശേഷം ശ്രീനഗറിൽ എത്തിയിരുന്നു പ്രധാനമന്ത്രി പുലർച്ചെയോടെ. അവിടുന്നും ഒരു യോഗം ചേർന്നിരുന്നു ഇതിനെ സംബന്ധിച്ച്. ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ ആരെന്നുള്ളൊരു നിഗമനത്തിലേക്കടക്കം അന്വേഷണ ഏജൻസികൾ എത്തിയൊരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാകും? ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്ന യോഗങ്ങൾ? അവസാനം കാളിദാസ്, ഇപ്പം ഏറ്റവും പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ആക്രമണത്തിന് പിന്നിൽ സൈഫുള്ള കസൂരി എന്ന സൂചനയാണ് വരുന്നത്. അയാൾ ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ്. നേരത്തെ രാജ്യത്ത് നടന്ന ആക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുള്ളതായാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. പാകിസ്ഥാനിൽ നിന്നാണ് ഇയാൾ ഈ ആക്രമണം നിയന്ത്രിച്ചത് എന്നും വാർത്തകൾ വരുന്നുണ്ട്. IS പിന്തുണച്ച് അതുപോലെ ലഷ്കർ ഇ തൊയ്ബ ആസൂത്രണം നടത്തി ദി പ്രസിഡന്റ് ഫ്രണ്ട് ഇത് നടപ്പാക്കിയെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ വന്ന വാർത്തകൾ അനുസരിച്ച് 3 ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത് എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, 2 സംഘങ്ങളായി തിരിഞ്ഞ 6 പേരാണ് ആക്രമണം നടത്തിയത്. അത് AK-47 ഉപയോഗിച്ച് വിനോദസഞ്ചാരികളുടെ അടുത്തേക്ക് പോയി അവരുടെ ID കാർഡ് വാങ്ങി അവരുടെ പേര് വിവരങ്ങൾ അറിഞ്ഞ് അവരുടെ ജാതി അറിഞ്ഞ് വെടിവെക്കുകയായിരുന്നു. അതും പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടിയ ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത്. മാത്രമല്ല, ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ ദ്വിദിന സന്ദർശനത്തിന് പോയിരിക്കുകയായിരുന്നു. ഇന്നലെ ഈ പശ്ചാത്തലത്തിൽ, ഭീകരാക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് അവിടെ ഒരുക്കിയ അത്താഴവിരുന്ന് പോലും വേണ്ടെന്ന് വെച്ച് അദ്ദേഹം ഇന്ന് പുലർച്ചെ 7 മണിയോടെയാണ് ഡൽഹിയിൽ എത്തിയത്. തുടർന്ന് അവിടെ ഡൽഹിയിലെ പാൽ നഗറിൽ ഒരു ലോഞ്ചിൽ അടിയന്തരമായി ഒരു യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കറും യോഗത്തിൽ പങ്കുചേർന്നു. തുടർന്ന് ഇതെല്ലാം വിലയിരുത്തിയതിനു ശേഷം ഒരു സുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായാണ് ഇനിയൊരു ഉന്നതതല യോഗം ചേരാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നോ നാളെയോ യോഗം ചേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റ് വിവരങ്ങൾ എന്തെന്നാൽ, ഈ ഇതുവരെ മരിച്ച 29 പേരാണ് ഇപ്പം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ എത്തിച്ചിട്ടുണ്ട്. ഈ മരിച്ചവരിൽ ഒരു മലയാളി കൂടിയുണ്ട്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. ഇയാളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇയാളുടെ മൃതദേഹം 11:30 വിമാനത്താവളത്തിൽ എത്തിക്കും. തുടർന്ന് രാത്രിയോടെ കേരളത്തിൽ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഭീകരാക്രമണം 2019 ശേഷം നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. 2019 കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം സമാധാനപരമായ രീതിയിലേക്ക് കശ്മീർ തിരിച്ചു വരികയായിരുന്നു. കശ്മീരിൻ്റെ ഏറ്റവും വരുമാന സ്രോതസ് എന്ന് പറയുന്ന വിനോദസഞ്ചാരികൾ തന്നെയാണ്. ആ വിനോദസഞ്ചാരികൾക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പോലും പറഞ്ഞത് സാധാരണക്കാർക്ക് നേരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്നാണ്. കശ്മീരിലെ പെൽഗാമിൽ ഇന്നലെ 3 മണിയോടെയാണ് ഈ ആക്രമണം നടന്നത്. ബൈസൺ താഴ്വരയിൽ, ബൈസൺ കുന്നിൽ ട്രക്കിങ്ങിന് പോയി തിരിച്ചെത്തിയ വിനോദസഞ്ചാരികൾ, ഏകദേശം 1500 വിനോദസഞ്ചാരികളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന. ആ വിനോദസഞ്ചാരികൾക്ക് നേരെ വനമേഖലയിൽ നിന്ന് സൈന്യത്തിൻ്റെ വേഷം ധരിച്ചെത്തിയ 6 പേരടങ്ങുന്ന സംഘം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതും പേര് വിവരങ്ങൾ ചോദിച്ചാണ് വെടിയുതിർത്തത്. ഇന്നലെ ആദ്യം മരണം സ്ഥിരീകരിച്ച കർണാടക സ്വദേശി മഞ്ജുനാഥും ഭാര്യയുമാണ് ശ്രീനഗറിലേക്ക് പോയത്. ഭാര്യയുടെ തൊട്ട് ഫ്രണ്ടിലിട്ടാണ് ഇയാളെ കൊലപ്പെടുത്തിയത്. ഉടൻ തന്നെ എൻ്റെ ഭർത്താവിനെ കൊന്നു, എന്നെയും കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ കൊല്ലില്ല, നീ മോദിയോട് പോയി പറയൂ എന്ന്. ഇതൊരു ആസൂത്രിത ശ്രമമാണ് എന്ന് നമുക്ക് വീണ്ടും പറയേണ്ടി വരും. എന്നാൽ ഇതിൽ ഒരു ബന്ധവുമില്ലെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ തങ്ങൾക്കൊരു പങ്കുമില്ലെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അറിയിക്കുന്നത്. എന്നാലും NIA ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ NIA ആദ്യ സംഘം ഇപ്പോൾ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. NIA പറയുന്നതനുസരിച്ച്, അന്വേഷണ ഏജൻസികൾ പറയുന്നതനുസരിച്ച് പാകിസ്ഥാന്, അതും ലഷ്കർ ഇ തൊയ്ബയ്ക്കാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രധാന പങ്കെന്നാണ് അറിയാൻ കഴിയുന്നത്. കാളി. ശരി, അഫ്സാനയാണ് വിവരങ്ങൾ നൽകിയത്.
ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഉറി മേഖലയിൽ അതിർത്തിയിൽ